കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1:39 മുതലുള്ള തിരുവചനങ്ങൾ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഭാരതത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ്. ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി മധുരം കൂടിയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ കൂടി നമ്മൾ ആഘോഷിക്കുന്നു. ഇന്നത്തെ ഭാരതത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നോക്കിയാൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന സാമൂഹികവും രാഷ്ട്രീയവും മതപരവുമായ സ്വാതന്ത്ര്യം എത്രമാത്രം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ അടുത്ത നാളുകളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ സംഭവിച്ച മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്നുകയറ്റമൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന, ഭരണഘടന ഉറപ്പ് നൽകുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുമ്പോൾ അതിനെതിരെയുള്ള ചില കടന്നുകയറ്റങ്ങളൊക്കെ എത്രമാത്രം നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന് ആലോചന ചെയ്യുന്ന നല്ലതാണ്. ഒരുപക്ഷെ നമുക്കിതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാം. പക്ഷേ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില മത തീവ്രവാദത്തിൻ്റെ സ്വാധീനം മൂലം അനുഭവിക്കുന്ന മതസ്വാതന്ത്ര്യം, നഷ്ടപ്പെടുന്ന മതസ്വാതന്ത്ര്യത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന അനേകരുണ്ട്. ഇത് നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഇതൊരു സോഷ്യൽ മീഡിയയുടെ ഒരു പ്രചാരണം ലഭിച്ചത് കൊണ്ട് നമ്മൾ പലരും അറിഞ്ഞു. അതല്ലെങ്കിലോ എത്രയോ പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേട്ടിട്ടുണ്ട്. ഇതുപോലെ വിശ്വസിക്കുന്ന മതം, ആ മതത്തിൽ വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒറീസയിലും കണ്ടമാലിലൊക്കെ സംഭവിച്ചത് എത്രമാത്രം ക്രൂരമായിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ സംഭവിച്ച കാര്യമാണ്. ഞങ്ങളൊക്കെ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിലാണ്
ക്രിസ്ത്യാനികളാണ് എന്നതിൻ്റെ പേരിൽ മാത്രം അനേകർ ഈ ഒറീസയിലൊക്കെ കൊല്ലപ്പെടുന്ന സംഭവം ഉണ്ടായിരുന്നു. വനാന്തരങ്ങളിലാണ് ഇവർ മാസങ്ങൾ ഒളിച്ച് താമസിച്ച്, ഭക്ഷണമില്ല, വെള്ളമില്ല, വസ്ത്രമില്ലാതെ. എന്നിട്ട് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 1-2 മാസമൊക്കെ ഉപവാസം എടുത്ത് നോമ്പെടുത്ത് കിട്ടിയ കാശ് സ്വൽക്കൂട്ടി വെച്ച് ഞങ്ങളുടെ സെമിനാരിയിൽ നിന്നും അങ്ങനെ കൃത്യമായ സോഴ്സ് വഴി ഈ വനാന്തരങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയുണ്ടായി. ഇന്ത്യ നടക്കുന്ന കാര്യം ഞാനീ പറയുന്നത്, പുറത്തൊന്നുമല്ല. അപ്പോൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ യഥാർത്ഥത്തിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ്. ഒരുപക്ഷെ ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന കാര്യമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അല്ലേ, ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ. എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്? മതം മാറാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇത് ഭാരതത്തിൻ്റെ പല കോണുകളിലും ഭാരതഘടന അല്ലെങ്കിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന പല സ്വാതന്ത്ര്യവും ഇന്ന് നമ്മൾ അനുഭവിക്കേണ്ടതുപോലെ ശരിക്കും അനുഭവിക്കുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷെ ഇതിൻ്റെ ഒക്കെ നടുവിലും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്വർഗം നമുക്ക് തരുന്ന മറ്റൊരു സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അമ്മയുടെ സ്തോത്രഗീതം തന്നെ അമ്മ അനുഭവിച്ച ആത്മീയ ആന്തരിക മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വന്ന സ്തോത്രഗീതമാണ്. അല്ലാതെ ബാഹ്യമായോ വൈകാരികമായോ എന്ത് സ്വാതന്ത്ര്യമാണ് അമ്മ അനുഭവിച്ചത്? ഈശോയെ ഉദരത്തിൽ വഹിക്കുമ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ശാരീരികമായ ലിമിറ്റേഷൻസ് ഉണ്ട്, സ്വാതന്ത്ര്യക്കുറവുണ്ട്. അപ്പോൾ കടന്നു പോകുന്ന വൈകാരികമായ സമ്മർദ്ദങ്ങളുണ്ട്. അമ്മയെ സംബന്ധിച്ചുള്ള അത് കഠിനമാണ്. കാരണം എന്താ, ഒരു യഹൂദ പാരമ്പര്യം അനുസരിച്ച് വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായി കാണപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും കഠിനമായ അനുഭവമാണ്. ജനമധ്യത്തിൽ വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. അപ്പോൾ അത്രമാത്രം ശാരീരികമായിട്ട് സ്വാതന്ത്ര്യം അനുഭവിക്കാത്തപ്പോൾ വൈകാരികവും മാനസികമായി അത്രമാത്രം വേദനയുടെയും സങ്കടങ്ങളുടെയും അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും അമ്മ അനുഭവിച്ച ആന്തരിക മനുഷ്യൻ്റെ ആത്മീയ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് അമ്മ പറയുന്നത്, എൻ്റെ ചിത്തം എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു. എൻ്റെ ചിത്തം എൻ്റെ കർത്താവിൽ. ലോകം തരുന്ന സ്വാതന്ത്ര്യത്തിലോ സമൂഹം തരുന്ന സ്ഥാനമാനങ്ങളിലും അല്ല, അതിനപ്പുറമായിട്ട് അമ്മയുടെ ആനന്ദത്തിൻ്റെ കാരണം അമ്മ പറയാൻ, എൻ്റെ ചിത്തം എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നുവെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും അനുഭവിക്കേണ്ട യഥാർത്ഥ ആനന്ദം എന്ന് പറയുന്നത് ആത്മീയ ആനന്ദമാണ്. ഈ ആത്മീയ ആനന്ദം അനുഭവിക്കാൻ പറ്റിയാൽ നമുക്ക് ശാരീരികമായ സ്വാതന്ത്ര്യമില്ലെങ്കിലും വൈകാരികവും മാനസികവുമായ സ്വാതന്ത്ര്യം ഖനിക്കപ്പെടുന്ന തകർക്കപ്പെടുന്ന അനുഭവങ്ങളിലും ആത്മീയ മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ എൻ്റെ ചിത്തം എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറയാൻ പറ്റും. അതിന് ഈ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റണം. കർത്താവിൽ വസിക്കുന്നവന് ഈ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. ഈ ആത്മീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത് പാപം ചെയ്യുമ്പോൾ മാത്രമാണ്. ഒരുവൻ്റെ ആത്മീയ സ്വാതന്ത്ര്യം എപ്പോൾ നഷ്ടപ്പെടുന്നു വെച്ചാൽ പാപത്ത് ചെയ്യുമ്പോൾ, ദൈവസ്നേഹത്തിൽ നിന്നും അകലുമ്പോൾ അവൻ്റെ ആത്മീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ, ജയിലിലാണ് പൗലോസ്ലീഹ കിടക്കുന്നത്. ജയിലിൽ കടന്നുകൊണ്ട് പിറ്റേ ദിവസം മരിക്കോ ഇല്ലയോ, കഴുത്തിന് മീതെ തല കാണോ ഇല്ലയോ നോക്കൊന്നും പൗലോസ്ലീഹയ്ക്ക് അറിയില്ല. അത്രയും ശാരീരികമായും വൈകാരികമായും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാത്തപ്പോഴും പൗലോസ്ലീഹ ഫിലിപ്പർക്ക് ലേഖനം എഴുതുമ്പോൾ 4:4 വായിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൽ ആനന്ദിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കുവിൻ. സാഹചര്യങ്ങളൊന്നും നമുക്ക് ആനന്ദിക്കാൻ ഒരു കാരണവും തരുന്നില്ല എങ്കിൽ പോലും, നമ്മൾ കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ ഇന്നോ വരും നാളുകളിലോ ആനന്ദിക്കാനുള്ള ഒരു കാരണം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നില്ല എങ്കിൽ പോലും വിദൂര ഭാവിയിലും നമ്മൾ ആനന്ദിക്കാനുള്ള കാരണം കണ്ടെത്തില്ല എന്ന് നമ്മുടെ മനസ്സ് പറയുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ വേളകളിൽ പോലും ഒരു ആത്മീയ മനുഷ്യൻ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചിട്ടുള്ളവൻ ആത്മീയ ആനന്ദത്തിൽ ജീവിക്കാൻ പറ്റും. അതാണ് പരിശുദ്ധ അമ്മ ഇന്ന് സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അമ്മ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വെല്ലുവിളി വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇത്രമാത്രം ഭൗതികവും ശാരീരികവും മാനസികവും വൈകാരികവുമായ സ്വാതന്ത്ര്യം ഖനിക്കപ്പെടുമ്പോഴും ആത്മാവിൽ അനുഭവിക്കുന്ന ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരു ആത്മാവ് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയുടെ തിരുനാളാണ് സ്വർഗാരോപണം, ആ ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്. ഈ ഭൂമിയിൽ എത്രമാത്രം ദൈവത്തിലായിരിക്കുന്ന ഒരു ആത്മാവ് എത്രമാത്രം ദൈവത്തിലായിരുന്ന് ദൈവസ്നേഹം അനുഭവിച്ച് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവോ അതിൻ്റെ പൂർണ്ണതയാണ് ഈ സ്വർഗാരോപണം എന്ന് പറയുന്നത്. അതാണ് പരിശുദ്ധ അമ്മയുടെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷത്തിൽ
നമ്മുടെ യഥാർത്ഥ സ്വാതന്ത്ര്യം ആത്മീയ സ്വാതന്ത്ര്യമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാൻ, മറ്റെല്ലാ സ്വാതന്ത്ര്യവും തകർന്നു പോകുമ്പോഴും നഷ്ടപ്പെടുമ്പോഴൊക്കെ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ എന്ന് നിലനിൽക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.